എനിക്കും കയറി പോവാല്ല. അവിടെ 100 ഇട്ട് തരാം. നമ്മൾ മറ്റേ അത് എനിക്ക് അറിയത്തില്ല. ഗൗതാണ് പറയണത്. ആ ഐഡിയാണ് അതിനെ കുറിച്ച്. ഇനി ഒരു ഹോണർ തന്നെ. ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഇത് ലാസ്റ്റ് ആണ്. അടുത്തത് പറഞ്ഞ ഹോണർ സ്യൂട്ടാണ്. ഹോണർ സ്യൂട്ട് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോ എക്സ്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. എക്സ്യൂട്ട് വന്നു കഴിഞ്ഞിട്ട് ഹോണർ സ്യൂട്ട് വരുന്നത്. ഇത് രണ്ടും വന്നു കഴിഞ്ഞിട്ട് അടുത്ത എക്സ്യൂട്ട് വരുള്ളൂ. എന്താ അല്ലേ പറഞ്ഞ അത് ഇവിടെ ഈ വ്യൂ വോൾ വെക്കണം. ഇവിടെയില്ല, ഇത് വ്യൂ വോളും നിൽക്കുമ്പോ താഴേക്ക് പോകുന്ന ഇവിടെ ഫസ്റ്റ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടിയ മണിക്കൂർ ഏറ്റവും ഫസ്റ്റ് മേളിൽ അത് ഇത് നിൽക്കിയ വരുമല്ലോ. അത് വെക്കണ ഇത് അതൊക്കെ വരും. രണ്ട് സെയിം തന്നെയാണ്. മെയിലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് Watch out! Awesome. കണ്ടുപോലും Thanks. ആടെ ഞാൻ ഈ വിൻഡോടെ അവിടെ വരെ ഓടി ഫോണപ്പോ അടിച്ചിരുന്നത്. അത്ര നേരം അനങ്ങായിരുന്നു. അടിച്ചാൽ Marked a location. ഈ സമാനം ഇവിടെ തുമ്മനൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി എടുത്താൽ രക്ഷപ്പെട്ടു. അത് വിഷയം നോക്കണ്ട. അതൊക്കെ എന്റെ ഓരത്തിലൊക്കെ അടിച്ചതാ. കുമ്മനൊക്കെ ഞാൻ എടുത്തായിരുന്നു ആദ്യം തന്നെ. മാമന ഇല്ല, നാളെ വിളിക്കാന്ന് വെച്ചു. ഇനിയിപ്പൊ ഞാൻ മറന്നും പോയി. ഇനിയിപ്പൊ നാളെ വിളിക്കാം. ആളുണ്ടായി പറയണേ. പാരച്ചൂട്ട് എന്താന്ന് ഇല്ലില്ല, ഞാൻ അടുത്ത അകത്ത് വെച്ച്. അപ്പൊ സിമ്പിൾ ആയിട്ടാണ് അടിച്ചത്. അടുത്തവനുണ്ടേ, ഫിനിഷ് ചെയ്യണം അവനെ പെട്ടെന്ന്. അടുത്തവനെ അതടിച്ചിട്ടു. ഓർത്തവൻ അടിച്ചിട്ടെന്ന് കേട്ടാ. ലാസ്റ്റ് എനിമിയാണ്. ഒരുത്തനും കൂടി എല്ലാത്തിനും കൂടി
എന്നോടാ കളി. നിസ്സാരല്ലോ ടാപ്പ്. ഏതൊക്കെ പേടിക്കണം. പണ്ടന്മാരായിരുന്നു, സിമ്പിളായിട്ട് കിട്ടി. മറ്റേവൻ എന്നെ ഷട്ടിനെ അടിച്ചവൻ എങ്ങനെ അടിച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നെ കണ്ട സെക്കൻഡ് ഞാൻ പിന്നെ ലാസ്റ്റ് എലിമിയ നിന്റെ പറ്റി ഡ്യൂട്ടി ചെയ്തിട്ടില്ല. എടാ എന്റെ ഒരു നോക്ക് ഇതുവരെ കിട്ടിയില്ലായിരുന്നു. ചേടാ അതിന് ഫെട്ടറിട്ട് ഞാൻ ലൂട്ട് ചെയ്താ ഇല്ലല്ല. ഞാൻ ഏതൊക്കെയോ പെട്ടിയൊക്കെ എടുത്ത്. യെസ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വരികയല്ല. എന്താ വോയിസ് മെസ്സേജ് പറയാം. ഇവിടെ ഇട്ട നോക്ക് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ നോക്കട്ടെ എന്തായിട്ടിരിക്കുന്ന വാട്സാപ്പ്. ഞാൻ അതിന്റെ ഒക്കെ വേറെ മെസ്സേജ് നോക്കി നോക്കേണ്ട മെസ്സേജ് അല്ലായിരുന്നു. അവനൊരു 45 ചെയ്യുമ്പോ എത്തുന്നു. നീ ആണല്ലോ ടാബി. അറിയത്തില്ല മറ്റേക്കാരൻ. ഞാൻ നിൽക്കണ വീട്ടില് Awesome. കിട്ടി. ഇതിനകത്താളുണ്ട് കേട്ടോ. ഉച്ചപ്പ് കേട്ടായിരുന്നു ഈ മഞ്ഞ പുള്ളിക്ക്. അതിന്റെ അപ്പുറത്തൊക്കെ റീകോളായി വീണുണ്ട്. ഞാൻ കാണുന്നുണ്ട്. എടാ അടിക്കണോടാ അവനാ. എന്റെ ടോപ്പിൽ നിന്നാണ് നിന്നെ അടിച്ചത്. തന്നെ ഫിനിഷ് ചെയ്യാമോ? തന്നെ ഫിനിഷ് ചെയ്യാമോ? Watch out. ബിൽഡിംഗ് ആളുണ്ട്. ഓരോ കൊന്നാ മെയിൻ ബിൽഡിംഗ് ആളുണ്ട്. മെയിൻ ബിൽഡിങ്ങിലുണ്ട്. അപ്പുറത്തെ വീടിനകത്ത് ഉണ്ടാവും. Marked a location. Watch out. ഇതിന്റെ ആളുണ്ട്. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. എടാ മെയിൻ്റെ ടോപ്പി ആള് Watch വന്നിട്ടുണ്ട്. out. ഈ സൈഡിൽ മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. തലയിട്ട് നോക്കണം. റീകോൾ ചെയ്യാൻ പറ്റൂടാ.
Don't give up. Your teammates can still recall you. Awesome. ഈ സാധനമായിട്ടാണോ മാറണത്? ശരി. പെറ്റുള്ള നല്ല ഇത് റീപ്പോർട്ടൊക്കെ ടി വി കൂടെ ചെയ്യാം. I'm recalling a teammate. മെയിൻ ബിൽഡിംഗ് ആളുണ്ട് കേട്ടടാ. Thanks. സൂക്ഷിക്കണം. പൊട്ടൻ ചെറുക്കനാണെന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ ബിൽഡിംഗ് ഉള്ളത്. Awesome. അവിടുത്തെ ആ സ്റ്റെപ്പേൽ ഒരു പെട്ടിയൊക്കെ കിടപ്പുണ്ട്. നീ ഇവിടെ കറിച്ചാലും ഇവിടെ പെട്ടി കിടപ്പുണ്ട്. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. വീട്ടിലുള്ളവന്മാര് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു 70 ടോക്കൺ റോട്ടിലുണ്ട്. മൈക്ക് ഓഫ് ആയിരുന്നതാ, ഞാൻ ഓർത്തില്ല. കുറെ നേരത്തിൽ സംസാരിച്ചോണ്ടിരിക്കും. ആ വീട്ടിൽ ആളുണ്ട് കേട്ടോ. വല്ലാത്തൊരു അടിയായിപ്പോടാ അത് മേടിച്ചത്. പുറകിന്ന് ഒരു തന്തയില്ലാത്തവൻ അടിച്ചു. എടാ പുറകിന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ എന്നാലും അടിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ല ബിൽഡിംഗ് ആളുണ്ടെന്ന്. കറക്റ്റ് ഇപ്പൊ ഇറങ്ങി ഒരത്തനെങ്കിലും അടി കയറിയില്ലല്ലേ? വെച്ചേക്കും. നല്ല കട്ടി കള്ളക്കറി വെക്കാൻ ഉരുളക്കിഴങ്ങ് കിട്ടില്ലെങ്കിലും കട്ടിയേക്കാം. അതിനറിയാവാം. മസാല പൊടിയൊന്നല്ല. This is a simulation game. I got elimination medal. Represent real life. Please play in moderation. Take frequent breaks and play responsibly.
ഇതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മണിയന്റെ സ്കിന്നാണല്ലോ കയ്യിരിക്കണത്. കരണ്ടിയാ അവന്റെ കയ്യില് വേറെ സ്കിന്ന് സെപ്പറേറ്റ് ആണ്. Good luck, mates. Let's fight together. അച്ഛൻ കുളിച്ചിട്ടൊക്കെ വാ. ക്ലാസ്സിന്റെ അകത്തുള്ളവന്മാരാണ്. ഞാൻ മറ്റേ പാഡിന്റെ ഒപ്പം ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നടാ, ഒരു ഡ്രില്ല് ഓർഡർ ചെയ്തായിരുന്നു. അതിന്നെത്തി ഹാമറിംഗ് ഡ്രില്ല് ഓർഡർ ചെയ്തായിരുന്നു. മാർക്ക് ഒന്നും തന്നെ കാണിക്കുന്നത്. പക്ഷെ സാധനം ഡിസ്പാച്ചർ എന്ന് പറഞ്ഞു. എന്തിനാ ഓൺലൈനിൽ കിടക്കണ 29, പക്ഷെ ഞാൻ എടുത്തത് 21. അല്ലാതെ ഞാൻ കാത്തിരുന്നത് ഓഫർ റേറ്റ് വരാൻ വേണ്ടി. വന്നപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഒരു ഓഫർ റേറ്റ് വന്നപ്പോ. ഞാനത് അപ്പൊ തന്നെ പവർ യൂസ് ചെയ്ത് പിന്നെ അതി കളിക്കാത്ത ഗെയിമിങ്ങിന് ഐഫോണിന് എല്ലാം വേറൊരു കണ്ണ് നോക്കില്ല. റാം സ്റ്റോറേജ് ഒക്കെ എങ്ങനെയാ? 16 128. അതാ സെവൻ നോക്കി. അല്ല പാഡിൽ നോക്കി. അകത്തുള്ള തന്നെ എടുത്ത് കിട്ടോ. ഒരാളില്ല. പാറയുടെ മണ്ടക്കൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അവരെ കൊണ്ടച്ചു കണ്ണുണ്ട് ഇവിടെ. എന്തെങ്കിലും പാറയുടെ അണ്ടി കയറി ഇരിപ്പുണ്ട്. അവൻ അത്ര അടിച്ചിട്ട് വീടില്ല. അവൻ 1 HP ഉണ്ട പറഞ്ഞ എന്റെ അടുത്ത് എത്തി. എവിടെ ഷുട്ടി? അവൻ പുറത്താണോ അതാ അകത്താണോ? അത് ഇവിടെ ഞാനെന്താ ഇവിടെ നമ്മള് ബിൽഡിംഗ് റീകോളെ കണ്ടിട്ടുണ്ട്. ഇത് 12 GB അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. മറ്റേ ഇതും ഷവോമി 7 അല്ലേ, ഷവോമി പാഡ് 7ഉം പിന്നെ മറ്റേ 10th Gen ആയിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. നമ്മുടെ ഒരു ഇത് ആമസോൺ ഇതൊക്കെ നമ്മൾ റേറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ല. ആപ്ലിക്കേഷൻ അല്ല, ഒരു സാധനം ഇതൊക്കെയല്ലേ. അല്ലല്ല അതല്ല, വേറൊരു സാധനം. ഡേഞ്ചർ ഉണ്ട്. നല്ല അറിയാനായിട്ട് പോരെ. അല്ല കാലിന്റെ ചവിട്ടി കിടക്കണ്. അതൊക്കെ അത് കൊമ്പനെങ്കിലും പോകാതെ കിട്ടട്ടെ. അല്ല അത് കിട്ടിയില്ല. അത് കിട്ടി എന്തോ ഭാഗ്യം പിന്നെ കൊമ്പനെ ഞാനാ ഫിനിഷ് ചെയ്തത്. അത് ആരും വന്നില്ല. ഗൗതം ചേട്ടനെത്തി. മുക്കാൽ
Marked a location. അവനെ എന്നെ അടിച്ച് വിൻ ചെയ്തു. അത് തൊട്ടത് ഞാൻ വീണല്ല, അതെങ്ങനെ? ആരുടെയും കാണിക്കാത്ത അവന്റെ ഞാൻ പോയി സപ്പോർട്ട് ചെയ്യണേ. Help! അങ്ങ് താറി. ആ അത്രയല്ല അറിയില്ല. മൈക്കൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ. അവന്റെ യൂമ്പി ഉണ്ട്. എന്റെ അടുത്ത് അടുത്ത് നിപ്പണ്ടാ. ആ ആയിട്ടുണ്ടോ? റീകോൾ ഇല്ലാത്തോണ്ട് എന്റെ ഓപ്പോസിറ്റ് നിപ്പുണ്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നതാ. ഒറ്റ കിട്ടുമെന്ന് Awesome. Thanks. അതാണ് ഞാൻ ചെല്ലാഞ്ഞത്. എനിക്ക് ഉറപ്പാ അവനെ എന്നെ അടിച്ചു. ഇവിടെ എവിടെ ആള് വന്നിട്ടുണ്ടായിരുന്നു. പറക്കണ വെച്ചോട്ട് എനിക്ക് തോന്നി. താഴ്ത്താൾ എന്ത് കോപ്പാടാ, റേഞ്ച് ഒന്ന് സെറ്റായി കളിച്ചു വന്നപ്പോ പിന്നെയും പോയാ. റൈഡിങ് എല്ലായിടത്തും അടിയുണ്ട്. Help! ഇത് കൊറേ ഉണ്ടല്ലോ ഇത്. കറക്റ്റായി കൊറേ ഉണ്ടായിരുന്നല്ലോടാ. മറ്റേവന്മാരാടാ നമ്മള് നോക്കിയിരുന്നില്ലേ. ബാൽക്കണിയിലാണ്. ഒറ്റപ്പെട്ടല്ല കഴിക്കണ. ആ എന്നാ ചോറ് ഓഫ് ചെയ്തിട്ടാ മതി. ഓഫ് ചെയ്തേക്കോ. ഫൈറ്റ് ആണോ അവന്മാര്? പുറത്തുനാളെ കൈയൊക്കെ വെക്കാൻ ഇവിടുന്ന് മാറണം. I'm recalling a teammate. Thanks. കഴിച്ചോ, കഴിക്കുമ്പോ ഒന്ന് വിളി. നോക്കട്ടെ. പറന്നു പോകാൻ പറ്റിയ പറന്നു പോന്നേ. പറന്നു മാറാൻ പറ്റിയ പറന്നു മാറും. ഇങ്ങോട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യും. നീ വണ്ടിയൊക്കെ പോണി വിടുന്നു. നീ പറന്നു പോണു. അപ്പൊ നമ്മള് ഞാൻ പാടാം. Watch out. അവൻ വണ്ടി എടുത്തോണ്ട് പോയല്ലോ. Marked a പക്ഷേ നിന്റെ location. അടുത്ത് ആളുണ്ടോടാ? ആ വീട്ടിൽ ആളുണ്ടോ? വീട്ടില നിന്റെ അടുത്ത് പറന്നു വന്ന് വന്നോണ്ടിരിക്കാ. വെയിറ്റ് ചെയ്യണേ. അതേ അവനുണ്ട്. അവനുണ്ട്. അവനോട് Watch out. നോക്ക്. ബുള്ളറ്റ് തീർന്നു നോക്കില്. Teammates can still recall you. അടുത്ത വന്നേ. Awesome. എടുത്തിട്ടുണ്ടോ? Please recall me. മുണ്ട് ഇല്ല. അത് ഞാൻ ചെയ്യുന്നില്ല. മുറിയാണ്ട് എടുത്തേ ഇല്ല. എവിടെയാടാ അവൻ റീകോൾ എടുത്താൽ അതിന്റെ ഫസ്റ്റ് ഇയർ ഒന്നും ഇല്ല. എനിക്കറിയാ കല്ലിന്റെ മറയത്ത് ഉണ്ടെന്നാ പുണ്ടശു. I'm recalling a teammate.
അവിടുന്ന് അടിവാനുണ്ടായിരുന്നല്ലോ. Thanks. Awesome. മലയിന്ന് അടിയുണ്ടായിരുന്നു കേട്ടോ. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. ഒരു എംപിക്ക് അടി കേട്ടായിരുന്നു ഇങ്ങനെ. ഇങ്ങോട്ടാ അടിച്ചത്. സോണിവാ ഇങ്ങോട്ടുണ്ട്. വെട്ടണ്ടാ? വെയിറ്റിംഗില് എനിക്കുണ്ട്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന അറിയാമല്ലോ. അടറടിച്ചു കഴിഞ്ഞപ്പോ ബുള്ളറ്റ് തീർന്നു പോയി. ആ ഉസിയായിരുന്നു. സ്കാറിലായിരുന്നെങ്കിലും എനിക്ക് പിടിച്ചിരിക്കായിരുന്നു. യുവമ്പ് കിട്ടിയിരുന്ന സെറ്റ് ആയിരുന്നു അവിടെ. ഇവിടുത്തെ റീകോളിനാണ്. ഇയാള് റീകോളായി വീണേ. എന്നോട് റീകോളായി വീണു. അപ്പൊ നീ അവിടം വരെ പോയി. എവിടെ ബാക്കി നാളെ വരാനുണ്ട്. നിങ്ങളവിടെ നോക്കുവാ. മലയിന്നടി. അയ്യോ, ഇങ്ങോട്ട് മലയിൽ കയറിയ പണിയാള് മറ്റേ പറഞ്ഞു ഇനി Awesome. പച്ച വീണത്തൊക്കെ ആളുണ്ട്. ഫ്രണ്ടി 10 ആൾക്കാരാ. എന്നെ അടിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ഇവിടെ ഇങ്ങോട്ട് വരുമായിരിക്കും. മണ്ണ് എന്റെ ഫ്രണ്ട് രണ്ടുപേരുണ്ട്. ഇവിടെ എന്റെ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ടോ നോക്കാൻ പറ്റുമോ? അതേ ഇവിടെ Watch out. ഈ സൈഡ് രണ്ടുപേരുണ്ട്. എന്റെ അടുത്തൊരു വണ്ടി. എന്റെ അടുത്തേക്ക് നോക്കിയേ. തൊട്ട് താഴത്തായിട്ട് ഇറങ്ങരുത്. എന്റെ കാണാൻ പറ്റിയില്ല. ചാടി വെയിറ്റ് അവന്മാര് ചിലപ്പോ വരും. Help. Watch out. പീക്ക് ലോക്കായി പോയടാ. എല്ലാം തീർന്ന. ബാക്കിയുള്ള ആരായിരുന്നു എന്റെ മരത്? എടാ സെറ്റ് എങ്ങനെ നോക്കായത് അവിടെ? ഞാൻ നിന്റെ ബലത്തിലാടാ മൈര വീടിന്റെ പൊക്കത്ത് തന്നെ ഇരുന്നേച്ചത്. ലൊട്ട വരുന്നതിന് ലോബില് വരുന്നതിന് മുമ്പ് തന്നെ അവനെ കിക്ക് ചെയ്തടാ. നന്നായി എന്തായാലും. മണ്ടങ്കോത് ഇറങ്ങി പോയല്ലേ. അവനെ ഇൻവൈറ്റ് ഇടാൻ വരും. പറഞ്ഞിട്ട് കളഞ്ഞപ്പോഴാ അവൻ എന്തായാലും പോകുമല്ലോ ടീമിൽ നിന്ന്. പിന്നെന്തിനാ കിക്ക് ചെയ്യണത്? കുഴപ്പമില്ല. നിങ്ങൾ എത്ര നാൾ എങ്ങനെ കളഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല. വന്നു കഴിയുമ്പോ ഇനി എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ അതോടെ കേക്ക് ചെയ്തത്. പാരച്യൂട്ട് കിട്ടി. ടൈം ലിമിറ്റാണ് നമ്മൾക്ക് എന്നാ ഒരു നിക്കറാണേലും വെറുതെ ഫ്രീ ആയിട്ട് തന്നാ പോരായിരുന്ന. പെർമനന്റ് തന്നാ പോരാ. ഒരു നിക്കറാണേലും മതി. ഈ പാരച്യൂട്ടൊക്കെ ടൈം ലിമിറ്റ് ആണ്. എന്തിനാണ് ആവും ഈ ടൈമിൽ കൊണ്ട് സംഭവം എടുത്ത് കളയണം. ബാക്കിയുള്ള എടാ റിമൈൻ മീഡറാ ഒത്തിരി ഞാൻ കൊടുത്തിട്ടുണ്ട്.
മെസ്സേജ് ഇടാം. വാടാന്നുള്ളത് ഹാർഡായിപ്പോ. വെച്ച് കളിപ്പിച്ചാ പോരായിരുന്നു, എന്തിനാ ഇതിനെ കിക്ക് ചെയ്തത്? ആ വെഗിഡിന് ഇവിടെ പോരായത്. നോക്കിയിട്ടൊക്കെ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു, വെറുതെ ആവശ്യമില്ലാതെ കിക്ക് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനി വിളിച്ചേറ്റിട്ട് എന്നാ പറയുന്ന? അപ്പൊ ഞാൻ യോഗത്തിന് വിളിച്ചു വരുത്താം. മെസ്സേജ് സീൻ ചെയ്യണ്ട നോക്കട്ടെ. അവന് ഓഫ് ലൈനാ. എടാ ഷെട്ടി എന്നാലും വിളിച്ചു നോക്കാം. വാടാ, ഷെട്ടിയുടെ മൈക്ക് ഓഫ് ആ